ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ സുവിശേഷകൻ ജെയ്മോൻ കഞ്ഞിക്കുഴി. ഈ അടുത്ത കാലത്തായി ദൈവജനത്തിൻ്റെ ഇടയിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് വ്യാഖ്യാനിക്കപ്പെട്ട ഒരു വേദഭാഗവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ മുലപ്പാൽ കുടിച്ചിട്ടില്ല, അവൻ്റെ ആഹാരം തൈരും തേനുമായിരുന്നു എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഒരു പ്രസംഗകൻ തൻ്റെ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ പറയുകയും അതേ തുടർന്ന് പല നിലകളിലുള്ള ചർച്ചയ്ക്ക് അത് കാരണമാകുകയും ചെയ്തതായി ഈ അടുത്തിടയ്ക്ക് ശ്രദ്ധിക്കപ്പെടുവാനിടയായി. അപ്പോൾ തന്നെ അതേക്കുറിച്ച് മറ്റൊരു പാസ്റ്റർ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതും ശ്രദ്ധിക്കുവാനിടയായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശകലനത്തിലും അല്പമായ അതിൻ്റെ കാതലായ വിഷയത്തിലേക്ക് വന്നപ്പോൾ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചതും ശ്രദ്ധിക്കപ്പെടുവാൻ ഇടയായി. ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവവചനത്തിൻ്റെ ആധികാരികയിൽ നിന്നുകൊണ്ട് വചനം എന്താണ് പറയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് വിശകലനം ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഗവേഷണ പഠന സമയത്ത് എനിക്ക് പഠിക്കേണ്ടി വന്ന ഒരു പ്രബന്ധ വിഷയം കൂടി, ഒരു അസൈൻമെൻറ്റ് വർക്ക് കൂടിയായിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രപരമായും അതിൻ്റെ ഭാഷാപരമായും അതിൻ്റെ ദൈവശാസ്ത്രപരമായുമുള്ള വശങ്ങളിലൂടെ പഠിക്കുവാൻ, പഠനവിധേയമാക്കുവാനായിട്ടുള്ള അവസരം ദൈവം തന്നു. ആ നിലയിൽ ഇന്ന് അതിൻ്റെ ഒരു ചെറിയ അവലോകനം എന്നുള്ള നിലയിൽ സാധാരണ ഒരു വിശ്വാസിക്ക്, ഒരു ക്രൈസ്തവന് മനസ്സിലാകുന്ന വിധത്തിൽ പരമാവധി ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. നമുക്കേവർക്കും പരിചയമുള്ള വേദസൂക്തം ഇതാണ്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ ഈ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്ന, കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഈ അടുത്തിടെയായിട്ട് ധാരാളമായി ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ബൈബിളിൽ നിരവധി പ്രവചനങ്ങളുണ്ട്. അതിൽ പല പ്രവചനങ്ങളും അത് ഏതെങ്കിലും ഒരു കാലത്ത് മാത്രമായിട്ട് നിറവേറ്റപ്പെടുന്ന പ്രവചനങ്ങളല്ല എന്നുള്ളത് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യോവേൽ പ്രവചനത്തിൽ കാണുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന പ്രവചന സൂക്തം അത് 3-fold പ്രവചനമാണ്, അല്ലെങ്കിൽ 3 കാലഘട്ടങ്ങളിലായിട്ടാണ് അത് നിറവേറ്റപ്പെടുന്നത്. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം അവിടെ കാണുന്ന ഈ പ്രവചന സൂക്തം അതും 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ആ പ്രവചനം നിറവേറ്റപ്പെടുന്നതും. ഇതും 3-fold പ്രവചനമാണ്. അതിൻ്റെ 3 കാലഘട്ടത്തെ ഞാൻ വളരെ വേഗമൊന്ന് ഓർമ്മിപ്പിക്കാം. ഒന്ന്, ഇത് പെട്ടെന്നുള്ള അല്ലെങ്കിൽ താൽക്കാലികമായ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രവചന നിവൃത്തി, ഫുൾഫിൽമെൻറ്റ് അതിലുണ്ട്. 2, ഭാഗികമായ പ്രവചന നിവൃത്തി അല്ലെങ്കിൽ പാർഷ്യൽ ഫുൾഫിൽമെൻറ്റ് അതിലുണ്ട്. 3, പൂർണ്ണമായ അല്ലെങ്കിൽ ആത്യന്തികമായ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രവചന നിവൃത്തി അതിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് സമഗ്രമായി ഒന്ന് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ ചെറുതായി ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ 3 നിലകളിലുള്ള ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയെ സംബന്ധിച്ച് ദൈവവചനത്തിൻ്റെ ആധികാരികയിലാണ് നാം ഇതിനെ മനസ്സിലാക്കുന്നത്. പലപ്പോഴും വചനത്തിൻ്റെ ഉപദേശത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ, ദൈവവചനത്തെ ആളുകൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അവരുടെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുവാനായിട്ട് കാരണമാകുന്നത്.
എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ടുന്നത് അത് ആ വചനത്തിൽ തന്നെ നമ്മളൊരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും അത് പരസ്പര വിരുദ്ധമല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം, ബൈബിൾ ദൈവനിശ്വാസികമാകുന്നത് കൊണ്ട്, അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടത് കൊണ്ട് അത് പരസ്പര പൂരകമായിട്ടിരിക്കുന്നതാണ്. അല്ലാതെ അത് പരസ്പരം വൈരുദ്ധ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയാം, ഈ ഭാഷകളുടെ പരിമിതികൾ ഉള്ളത് കൊണ്ട് പ്രത്യക്ഷത്തിൽ പല പ്രയോഗങ്ങളും വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വചനം പഠിക്കേണ്ടത്. അതിൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരാമർശിക്കപ്പെടുന്ന വേദഭാഗത്തിൻ്റെ സാഹചര്യ പശ്ചാത്തലം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഭാഷ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രവുമല്ല, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവരുടെ ഈ പറയുന്ന കാലഘട്ടത്തിലെ ആ സാഹചര്യത്തിലെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യവും ഉണ്ടാകണം. അങ്ങനെയൊക്കെയുള്ള അറിവിലൂടെ മാത്രമേ ദൈവവചനത്തിൻ്റെ ശരിയായിരിക്കുന്ന ആ വ്യാഖ്യാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നാം ഏതെങ്കിലുമൊക്കെ നിലയിൽ ഈ മാനദണ്ഡങ്ങളിലൂടെ അല്ലാതെ പോകുമ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ ആശയിൽ നിന്ന് മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുള്ള വിശദീകരണങ്ങളായി പോകും. അത് എല്ലാം ശരിയാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ഇമ്മാനുവേൽ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ ആദ്യ ഭാഗമായ ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെൻ്റ് അഥവാ പെട്ടെന്നുള്ള അല്ലെങ്കിൽ താൽക്കാലികമായ പ്രവചന നിവൃത്തിയെ സംബന്ധിച്ചാണ് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് മുൻപ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിന് ചരിത്രപരമായ വളരെ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഈ പ്രവചനം നൽകുമ്പോഴുള്ള ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം പഠിക്കുവാനായിട്ട് സാധിക്കില്ല. എന്താ ചരിത്രം എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം. അതിൻ്റെ ആരംഭ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യെശയ്യാ പ്രവാചകനോട് ദൈവം അരുളിച്ചെയ്യുകയാണ്, നിന്റെ മകനായിരിക്കുന്ന ഷെയാർ-യാശൂബിനെയും കൂട്ടിക്കൊണ്ട് നീ ആഹാസിനെ എതിരേൽക്കുവാനായിട്ട് ചെല്ലുക എന്നാണ് പറയുന്നത്. എന്നിട്ട് ആഹാസിനോട് അരുളി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അവിടെ ആഹാസിനോട് ദൈവം ഒരു അടയാളം ചോദിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് അടയാളം ചോദിക്കേണ്ടത്? ഈ യഹൂദ എന്ന ആഹാസിൻ്റെ രാജ്യമായ യഹൂദ, ഉസിയ രാജാവിൻ്റെ മകനായ യോദ്ധാമിൻ്റെ മകനായ ആഹാസ് യഹൂദ രാജ്യം ഭരിക്കുമ്പോൾ ആ യഹൂദ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം വളരെ പ്രതിസന്ധിയുടെ സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആഹാസിനെ സംബന്ധിച്ച് ആഹാസ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ദൈവഹിതമല്ലാതെ ജീവിച്ച കാര്യങ്ങളുടെയൊക്കെ ഒരു രേഖ അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗത്തും 2 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 23 മുതൽ ഉള്ള വേദഭാഗത്തുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായ 1-2 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ആഹാസ് തൻ്റെ മകനെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ചു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രമേശേക്കിലെ താൻ കണ്ട ആ യാഗപീഠത്തിൻ്റെ മാതൃകയിൽ ഒരു യാഗപീഠം ഇവിടെ പണിയുകയും ദേവാലയത്തിലെ യാഗപീഠം മാറ്റിയിട്ട് ആ യാഗപീഠത്തിൽ താൻ യാഗമർപ്പിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവസാനമായി അവിടെ വായിക്കുന്നത്, ആഹാസ് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞു എന്നുള്ളൊരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവഹിതമല്ലാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന ആഹാസ്, യഹൂദ രാജാവായ ആഹാസ് അതിശക്തമായ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയമാകുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷണ നടപടിക്ക് വിധേയമാക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഈ കാരണത്താൽ ആഹാസിനെ അരാം രാജാവായ രസീൻ്റെ കയ്യിലും ഇസ്രായേൽ രാജാവായ പേക്കഹിൻ്റെ കയ്യിലും ഏൽപ്പിക്കുകയാണ്. അവിടെ അരാമും
ഇസ്രായേലും അഥവാ എഫ്രൈമും കൂടെ ഒരുമിച്ചുകൊണ്ട് ഈ യഹൂദയെ ആക്രമിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? നമ്മളവിടെ വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഈ ഇസ്രായേൽ രാജാവായിരിക്കുന്ന പേക്കഹ് ഒരു ദിവസം തന്നെ 1,20,000 പേരെ, യഹൂദന്മാരായിരിക്കുന്ന ആളുകളെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുടെ എന്ന് പറഞ്ഞാൽ രാജ്യം തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തി നിൽക്കുന്ന വേളയിൽ യെശയ്യാ പ്രവാചകനിലൂടെ ആഹാസിന് ദൈവം കൊടുക്കുന്ന അരുളപ്പാടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ചും ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും അതുപോലെ ദൈവം ഈ ശത്രുക്കളെ ന്യായം വിധിക്കും എന്നുള്ളതിനെക്കുറിച്ചുമുള്ള അടയാളമായിട്ടാണ് ഈ പ്രവചനം കൊടുക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ആ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യവും 8-ന്റെ 4-ാം വാക്യവും 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 18-ന്റെ 9-ഉം 10-ഉം 16-ന്റെ 9-ാം വാക്യവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇതൊരു 65 സംവത്സരത്തിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു 65 വർഷത്തിൻ്റെ ഇടവേളയിൽ നടക്കുവാൻ പോകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ് ഈ പ്രവചനത്തിൽ നൽകുമ്പോൾ അവിടെ ആ കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ആകാശനുള്ള ഒരടയാളമായി ദൈവം ആകാശനോട് അടയാളം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആകാശ രാജാവ് അത് ചെയ്തില്ല. അപ്പോൾ ദൈവം പറയുകയാണ് 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് കർത്താവ് തന്നെ, ഏതുകൊണ്ട്? ആകാശനോട് ചോദിക്കുവാൻ പറഞ്ഞിട്ട് ആകാശ് ചോദിച്ചില്ല, അടയാളം ചോദിക്കാതെ വന്നപ്പോൾ ദൈവം പറയുകയാണ്, ഇത്രത്തോളം ദൈവത്തോട് ജനത്തോട് മത്സരിക്കുന്നത് പോരാഞ്ഞിട്ടോ ദൈവത്തോട് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പറയുകയാണ്, മനുഷ്യനെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ ദൈവത്തെയും മുഷിപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ ഒരടയാളം യെശയ്യാ പ്രവാചകനിലൂടെ അവിടെ അറിയിക്കുന്നതാണ് നാം അവിടെ കാണുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഈ പ്രവചന സൂത്രം 3 കാലഘട്ടങ്ങളിലായി നിറവേറ്റപ്പെടുന്ന 3 ഫോൾഡ് പ്രവചനത്തിൽ വരുന്നതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള താൽക്കാലികമായ പ്രവചന നിവൃത്തിയെ അതിൻ്റെ ഒരു വിശദാംശത്തിലേക്ക് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിന് 4 കാരണങ്ങൾ ഈ വേദഭാഗത്തു നിന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉണ്ട്. അതിലേക്ക് വളരെ വേഗം നമുക്ക് ഒന്ന് വരാം. ഒന്നാമത്തത് 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഒന്നാമത്തെ ഒരു തെളിവ് എന്ന് പറയുകയാണ്, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ആര്? ഇമ്മാനുവേൽ. അപ്പോൾ ഇവിടെ 7-ന്റെ 14 പറയുന്ന കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുന്ന ആ പൈതലിനെ കുറിച്ച് പറയുകയാണ്, അവൻ തൈരും തേനും കൊണ്ട് ഉപജീവനം കഴിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് തൈരും തേനും കൊണ്ട് ഉപജീവനം കഴിക്കേണ്ടതായി വരുന്നത്? അതുകൂടി നാം മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ വ്യക്തമായും ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ വായിക്കുന്നത്, അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും 2 ആടിനെയും വളർത്തും, അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റു കഴിക്കും, ദേശത്ത് ശേഷിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനും ആയിരിക്കും. ഇതവിടെ 21, 22 വാക്യങ്ങളിൽ പറയുകയാണ്, ആ നാളിൽ, ആ കാലത്ത് ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും 2 ആടിനെയും വളർത്തും. അപ്പോൾ ഇവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സമൃദ്ധി കൊണ്ട് ഇവരുടെ ആഹാരം തൈരും തേനുമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടി അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇമ്മാനുവേലിൻ്റെ കാലത്ത് സംഭവിക്കുന്നതാണ്.
എന്നാൽ ഇമ്മാനുവേൽ ഇതിങ്ങനെ കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഒരു കാര്യം ചേർത്ത് പറയുകയാണ്, അത് ഇമ്മാനുവേൽ മാത്രമല്ല, ദേശത്ത് പാർക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനും ആയിരിക്കും. അപ്പം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇമ്മാനുവേൽ മാത്രമല്ല, യേശുക്രിസ്തു മുലപ്പാൽ കുടിക്കാതെ വളർന്നു എന്നല്ല, തൈരും തേനും കഴിച്ചു എന്നല്ല, മറിച്ച് ദേശത്ത് പാർക്കുന്ന എല്ലാവരുടെയും. അപ്പം നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിൽ അവൻ മനുഷ്യനായി അവതരിച്ച മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി വന്നപ്പോൾ ഒരിക്കലും ഈ സാഹചര്യം കാലഘട്ടപരമായി ചരിത്രപരമായി ഒരിക്കലും യോജിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ റീസണും കൂടി ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് തൈരും തേനും ഉപജീവനമായി അവർ ഉപയോഗിക്കുവാൻ കാരണം എന്നുള്ളത്. ഈ 17 അധ്യായത്തിൻ്റെ 17 മുതലുള്ള 20 വരെയുള്ളതും 23 മുതൽ 25 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യഹൂദ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. യഹൂദ വലിയൊരു പ്രശ്നത്തിലായി. ദൈവത്തിൻ്റെ അതിശക്തമായ ന്യായവിധി വീണ്ടും അവരനുഭവിക്കുവാനായിട്ട് ഇടയായി തീരുകയാണ്. അങ്ങനെ ആ ന്യായവിധി വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് 23 ഉള്ള വാക്യങ്ങൾ, ആ നാളിൽ 1000 വെള്ളിക്കാശ് വിലയുള്ള 1000 മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും. ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ. തൂമ്പ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോകുകയില്ല. അത് കാളകളെ അഴിച്ചു വിടുവാനും ആടുകൾ ചവിട്ടിക്കളകാനും മാത്രം ഉതകും. അവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, മുന്തിരിത്തോട്ടങ്ങൾ ഫലം കായ്ക്കുന്നില്ല, അവിടെ കൃഷി ചെയ്യുവാനായിട്ടില്ല, അവിടെ ശൂന്യമാക്കപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ ഇവർ തൂമ്പ കൊണ്ട് കിളച്ചിരുന്ന കൃഷിയിടങ്ങളെല്ലാം ശൂന്യമായി മുള്ളും പറക്കാരെയും മാത്രം. ഇനി ഇവരുടെ കൃഷിയിടങ്ങളിലേക്ക് ചെല്ലണമെങ്കിൽ പോകാൻ ഒരുത്തൻ താല്പര്യപ്പെടുന്നെങ്കിൽ അമ്പും വില്ലും ഇല്ലാതെ അവന് പോകാൻ കഴിയില്ല, കാട്ടുമൃഗങ്ങളെ. അല്ലെങ്കിൽ അതുപോലെ ഒരു അവസ്ഥയിലേക്ക് യഹൂദ ദേശം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വായിച്ച ഒരു ഭാഗത്ത് എടുത്തു പറയുന്നത്, കാളകൾ ചവിട്ടിക്കളവാനും ആടുകൾ മേയ്ക്കുവാനുമല്ലാതെ യാതൊരു നിലയിലും ഈ സ്ഥലം കാളകളെ അഴിച്ചു വിടുവാനും ആടുകൾ ചവിട്ടിക്കളയുവാനും മാത്രം എന്ന് പറഞ്ഞാൽ ഇവരുടെ കന്നുകാലികൾക്ക് മാത്രമുള്ള ജീവിത സാഹചര്യമേ അവിടെ ഉള്ളൂ കൃഷിയിടങ്ങളിൽ ഇപ്പോൾ ശേഷിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് തൈരും തേനും കഴിക്കുമെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ഇവർക്ക് കൃഷിയിടങ്ങളിൽ നിന്ന് മറ്റ് യാതൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ദൈവം ഇവരുടെ ആടുമാടുകളെ അനുഗ്രഹിച്ച് സമൃദ്ധമായ പാലുണ്ട്. ആ പാല് പല നിലകളിൽ തൈരായും ഒക്കെ അവർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ തന്നെ കാട്ടുതേനും സമൃദ്ധമാണ്. അതുകൊണ്ടാണ് ഈ തൈരും തേനും കൊണ്ടും ഉപജീവനം കഴിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കറിയാം ഇത് ഏത് കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് എൻ്റെ താഴേക്കുള്ള വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകുന്നതാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ തെളിവായി 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ ബാലന് പ്രായമാകും മുൻപേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. അപ്പോൾ അവിടെ പറയുകയാണ്, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ ബാലന്, ഇമ്മാനുവേൽ എന്ന കന്യകയിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതി, ആ ഇമ്മാനുവേലിൻ്റെ കാലഘട്ടത്തിൽ ആ ഇമ്മാനുവേലിന് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും മുൻപേ എന്ത് സംഭവിക്കും? നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. നീ വെറുക്കുന്ന 2 രാജ്യം ഏതാണ്? യശയ്യാപ്രവചനം ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്, അരാമും എഫ്രൈമും അഥവാ അരാമും ഇസ്രയേലും എന്ന 2 പുകയുന്ന മുറിക്കുള്ളി നിമിത്തം നീ ഭയപ്പെടരുതെന്നാണ് അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏത് സമയത്താ? ഈ ഇമ്മാനുവേൽ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകുന്നതിന് മുൻപേ. അപ്പോൾ നമുക്കറിയാം, അരാമിൻ്റെയും ഇസ്രയേലിൻ്റെയും അവസാനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിനോട് ചേർത്ത് മറ്റൊരു വേദഭാഗം കൂടി നാം കാണേണ്ടിയിരിക്കുന്നു. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളും 18-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളും
16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അത് ചരിത്രപരമായി സംഭവിച്ച ഈ കാര്യം സംഭവിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ആഹാസിൻ്റെ മകനായ ഹിസ്കിയാവിൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ ശമരിയ അശൂർ രാജാവായ ശൽമനേസർ നിരോധിച്ചു. ശമരിയ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ശമരിയെ അശൂർ രാജാവായിരിക്കുന്ന ശൽമനേസർ നിരോധിച്ചിരിക്കുകയാണ്. 3 ആണ്ട് കഴിഞ്ഞിട്ട് ശമരിയ പിടിക്കപ്പെട്ടു. അശൂർ രാജാവിൻ്റെ രാജാവായ ശൽമനേസറിൻ്റെ സമയം ഈ ശമരിയ പിടിക്കപ്പെട്ടു. ഇത് ചരിത്രത്തിൽ സംഭവിച്ചത് BC 722 സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇത് ചരിത്രപരമായി ഹിസ്കിയാവിൻ്റെ മകൻ്റെ കാലത്ത്, യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ മകൻ്റെ കാലത്ത് സംഭവിച്ചതാണ്. അപ്പോൾ ശമരിയ പിടിക്കപ്പെട്ടു, അഥവാ ഇസ്രായേൽ പിടിക്കപ്പെട്ടു. പിന്നീട് അതൊരു രാജ്യമല്ലാതെ വണ്ണം അത് ശൂന്യമാക്കപ്പെടുകയാണ്. നമുക്കവിടെ അതിൻ്റെ പിന്നീടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കാണാൻ സാധിക്കുന്നില്ല. വടക്കേ രാജ്യം എന്ന നിലയിൽ അറിയപ്പെടുന്ന എഫ്രൈം അഥവാ ഇസ്രായേൽ പിന്നീട് ഒരു രാജ്യമല്ലാതെ വണ്ണം ശൂന്യമാക്കപ്പെട്ടു. പിന്നെ ശമര്യർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ജനവിഭാഗം, അതായത് അസീറിയരും ഇസ്രായേലിനും കൂടി സങ്കര ഇനമായി അല്ലെങ്കിൽ സങ്കര ജനമായി തീർന്ന ഒരു സമ്മിശ്ര ജാതിയാണ് ശമര്യർ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ അതോടുകൂടി നാമാവിശേഷമാക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് സംഭവിച്ചത് ഹിസ്കിയാവിൻ്റെ കാലത്താണ്. ഹിസ്കിയാവിൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ നിരോധിക്കപ്പെട്ടെങ്കിലും 3 വർഷങ്ങൾക്ക് ശേഷം അത് പൂർണ്ണമായി പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെ ദേശം അരാമും അഥവാ എഫ്രൈം അഥവാ അല്ലെങ്കിൽ ഇസ്രായേലും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുമെന്ന് പറയുമ്പോൾ ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇനി ഇതിനെക്കുറിച്ച് യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് 4-ാം വാക്യത്തിൽ വായിക്കുന്നത്: ഈ കുട്ടിക്ക് അപ്പ, അമ്മ, അമ്മേ എന്ന് വിളിക്കുവാൻ പ്രായമാകും മുൻപേ ദമേശേക്കിലെ ധനവും ശമരിയിലെ കൊള്ളയും അശൂർ രാജാവിൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടു പോകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ ദമേശേക്കിലെ ധനവും ശമരിയിലെ കൊള്ളയും അശൂർ രാജാവിൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ട് പോകും എന്ന് അരുളി ചെയ്തു. എന്ന് കൊണ്ടുപോകും? ഈ കുട്ടിക്ക് അപ്പ, അമ്മേ എന്ന് വിളിക്കുവാൻ പ്രായമാകും മുൻപേ. ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്ക്? അത് മനസ്സിലാകണമെങ്കിൽ ഈ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കണം. ആ 3-ാം വാക്യം വായിക്കുമ്പോൾ, ഞാനൊരു പ്രവാചകയുടെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹർശാലൽ ഹസ്ബസ് എന്ന പേര് വിളിക്കുക. അപ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ മഹർശാലൽ ഹസ്ബസ് എന്ന യെശയ്യാവിൻ്റെ മകന് പേരിടാൻ നിർദ്ദേശിച്ചുകൊണ്ട് എന്നിട്ടാണ് പറയുന്നത്, ഈ കുട്ടിക്ക് അപ്പ, അമ്മ, അമ്മ എന്ന് വിളിക്കുവാൻ പ്രായമാകും മുൻപേ. 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട പ്രയോഗം തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും മുൻപേ. എന്നാൽ ഇവിടെ 8-ാം അധ്യായത്തിൽ പറയുന്നത് അപ്പ, അമ്മേ എന്ന് വിളിക്കുവാൻ പ്രായമാകും മുൻപേ. ഇവിടെ 2 പരാമർശിക്കുന്ന ഒരേ കാര്യമാണ്. ആ ഒരേ കാര്യം പരാമർശിക്കുമ്പോൾ ഒരിടത്ത് ഇമ്മാനുവേൽ എന്ന പേര് പരാമർശിക്കുമ്പോൾ മറ്റൊരു 8-ാം അധ്യായത്തിൽ മഹർശാലാൽ ഹസ്ബസ് എന്നാണ് പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വിശദാംശത്തിലേക്ക് നാം വീണ്ടും വരികയാണ്. അതിൻ്റെ 3-ാമത്തെ തെളിവിലേക്ക് നാം വീണ്ടും വരികയാണ്. 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രയീം യഹൂദിയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും, അശൂർ രാജാവിനെ തന്നെ. അപ്പം അവിടെ ഈ 7:17 പറയുന്നത് നിന്റെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും. ഇത് പറയുന്നത് ആഹാസിനോടാണ്. ആഹാസിനോട് പറയാൻ, ആഹാസ് നിന്റെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും ഞാൻ അശൂർ രാജാവിനെ വരുത്തുന്ന ഒരു കാലമുണ്ട്. അശൂർ രാജാവിനെ കൊണ്ട് നിന്നെ ന്യായം വിധിക്കുവാൻ ഇടയാകുന്നൊരു സമയമുണ്ട്, കാലമുണ്ട് എന്നുള്ളത് കൂടിയുള്ള മുന്നറിയിപ്പ് കൂടെയാണ് നൽകുന്നത്. ഈ ഇമ്മാനുവേലിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട് അതിനെക്കുറിച്ച് പരാമർശിക്കുകയാണ്. ഇനി അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചാൽ, 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അത് യഹൂദയിലേക്ക് കടന്നു കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. ഏത്? ഈ അശൂർ രാജാവിനെ തന്നെ എന്ന് പറഞ്ഞ്
അശൂർ രാജാവിനെ കൊണ്ട് ജയിപ്പിക്കുന്ന കാര്യം പറഞ്ഞു വന്നിട്ട് പറയാണ്, അത് യഹൂദയിലേക്കും കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിൻ്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലേ നിന്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും. അപ്പം അവിടെ 8-ാം അധ്യായത്തിൽ പറയുകയാണ്, 7-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യം ആകാശിനോട് പറയുകയാണ്, നിന്റെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഇമ്മാനുവേലേ എന്ന് പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. യഹൂദയിലേക്കും അത് കടക്കും. ഇത് ചരിത്രപരമായി ഒരേ കാര്യമാണ് സംഭവിച്ച, ഒരേ കാര്യത്തെയാണ് അത് വിശദീകരിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും പറയുന്നത് ഒരേ കാര്യമാണ്. എന്നാൽ 8-ാം അധ്യായത്തിൽ അവിടെ നാം കാണുന്നുണ്ട് ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇമ്മാനുവേൽ എന്നുള്ള ആ പ്രയോഗം 3 പ്രാവശ്യമാണ് കാണുന്നത്. അതിന് 7-ന്റെ 14-ലും 8-ന്റെ 8-ാം വാക്യത്തിലുമാണ് നാം കാണുന്നത്. അതുപോലെ 8-ന്റെ 10-ാം വാക്യത്തിലും നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്മാനുവേലെ എന്ന് വിളിച്ചിട്ട് പറയണം നിന്റെ ദേശത്തേക്കും എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായി സംഭവിച്ച ഒരു കാര്യമായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 2 ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോഴും നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് അശൂർ രാജാവായ സൻഹേരിബ് യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് ഈ യഹൂദയെ ആക്രമിച്ചു എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അശൂർ രാജാവായ സൻഹേരിബ് യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് യഹൂദയെ ആക്രമിച്ചു. അപ്പോൾ ഈ വേദഭാഗങ്ങളിൽ 3 തെളിവുകളാണ് നാം കണ്ടത്. ആ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ഈ ഇമ്മാനുവേൽ അഥവാ മഹർഷാല ഹസ്ബാസ് എന്ന ഷിയാവിൻ്റെ മകൻ്റെ കാലഘട്ടത്തിൽ നിറവേറ്റപ്പെടുന്ന സംഭവിക്കുന്ന താൽക്കാലികമായ പ്രവചനത്തിൻ്റെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് നമുക്കതിനെ കാണുവാൻ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി 4-ാമത്തെ തെളിവ് കൂടി യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8-ന്റെ 9-ഉം 10ഉം ജാതികളെ കലഹിക്കുവിൻ, തകർന്നു പോകുവിൻ, സകല ദൂര ദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ, അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ, അരകെട്ടിക്കൊള്ളുവിൻ, തകർന്നു പോകുവിൻ, കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും, കാര്യം പറഞ്ഞുറപ്പിക്കുവിൻ, സാധ്യമാകുകയില്ല, ദൈവം ഞങ്ങളോടുകൂടി ഉണ്ട്. ദൈവം ഞങ്ങളോടുകൂടിയുണ്ട്. ഗോഡ് വിത്ത് us. ഇമ്മാനുവേൽ എന്നാണ് എബ്രായ ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇമ്മാനുവേൽ എന്നുള്ളതാണ്. അപ്പോൾ പറയുകയാണ് ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്. അപ്പം ശക്തമായ അടുത്ത ഒരു പ്രവചനമാണ് ഇവിടെ. ഈ അശൂർ രാജാവ് യഹൂദയ്ക്ക് നേരെ തിരിയുമെങ്കിലും യഹൂദയെ കീഴടക്കുവാനായിട്ട് അശൂർ രാജാവ് വരുമെങ്കിലും യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അവിടെ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നു കൊണ്ട് ദൈവം വിടുവിക്കുവാൻ പോകുന്ന അതിശക്തമായ വിടുതലിൻ്റെ സന്ദേശമായി ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു. ഇത് വിടുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ന്യായവിധിയുടെയും ഒക്കെ സന്ദേശത്തെ ഉൾക്കൊള്ളുന്ന പ്രവചന സൂക്തമാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ദൈവം അവരെ യഹൂദയെ വിടുവിക്കും എന്നുള്ളതിൻ്റെ ശക്തമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ നൽകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് വാസ്തവത്തിൽ നാം 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രത്യേകിച്ച് 35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. യഹോവയുടെ ദൂതൻ അശൂർ പാളയത്തിലെ 1,85,000 പേരെ കൊന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അശൂർ രാജാവായിരിക്കുന്ന സൻഹേരീബ് നിനവിയിലേക്ക് മടങ്ങിപ്പോയി. അവിടെ വെച്ച് അവൻ്റെ പുത്രന്മാരാൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ സംഭവം ഇത് ഹിസ്കിയാവിൻ്റെ കാലത്ത് നടക്കുകയാണ്. പിന്നെ 8-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന പ്രവചനങ്ങളൊക്കെ ആ കാര്യങ്ങളല്ല യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് അത് സംഭവിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ഈ 7-ാം അധ്യായത്തിൻ്റെ
14 വാക്യത്തിൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് പരാമർശിച്ച ആ ഇമ്മാനുവേൽ അഥവാ മഹർഷാൽ അൽ ഹസ്ബാസ് ആണ് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. വളരെ വ്യക്തമായ 4 തെളിവുകളാണ് ഈ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പാസ്റ്റർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് വന്നപ്പോൾ ഈ ആദ്യ ഭാഗങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ഞാൻ പറയുവാനിടയായി. എന്നാൽ അതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇത് ഷെയാറിയാശൂബാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് താൻ രേഖപ്പെടുത്തുവാൻ ഇടയായത്. അപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഒരിക്കലും ഷെയാറിയാശൂബിനെ കുറിച്ചല്ല പരാമർശിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. യുക്തിപരമായി നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, ആകാശനെ എതിരേൽക്കുവാനായിട്ട് യെശയ്യാവിനെ പറഞ്ഞു വിടുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറഞ്ഞു വിടുമ്പോൾ അവിടെ യഹോവ പറയുന്നത് ഇങ്ങനെയാണ്: നീ നിന്റെ മകനായിരിക്കുന്ന ഷെയാറിയാശൂബിനെയും കൂട്ടിക്കൊണ്ട്. അപ്പോൾ യെശയ്യാവിൻ്റെ കൂടെ ആരും കൂടി വേണം. ഈ പ്രവചനം അറിയിക്കുവാൻ പോകുമ്പോൾ, ആഹാസിനെ എതിരേൽക്കാൻ പോകുമ്പോൾ ഷെയാറിയാശൂബ് കൂടി വേണം. അപ്പോൾ ഷെയാറിയാശൂബിൻ്റെ പ്രസൻസിലാണ് ഈ പ്രവചനങ്ങൾ പറയുന്നത്. അതിനർത്ഥം ഇത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരിക്കലും ഈ ഷെയാറിയാശൂബ് അല്ല എന്നുള്ളത് കൂടി അവിടെ സ്പഷ്ടമാണ്. മറ്റൊരു കാര്യം, പ്രവചന സൂക്തം ഇതായിരുന്നു. 7:14 ഇങ്ങനെയാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അടയാളമായിട്ട് പറയുകയാണ്. ഈ ഷെയാറിയാശൂബിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ യെശയ്യാവിൻ്റെ ഭാര്യ ഉണ്ടോ എന്നോ മരിച്ചോ എന്നോ യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ 8-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് യെശയ്യാവ് ഒരു പ്രവാചകരുടെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു എന്നുള്ളത് നാം കാണുന്നത്. അപ്പോൾ കന്യക എന്നുള്ള ഒരു ആശയം കൂടി, ഒരു വസ്തുത കൂടി അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഷെയാറിയാശൂബിൻ്റെ അമ്മ ഒരിക്കലും ഈ മകനെ പ്രസവിച്ചത് കൊണ്ട് കന്യകയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഷെയാറിയാശൂബ് അല്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. മറിച്ച് നാം പിന്നീട് കണ്ട ആ 8-ാം അധ്യായത്തിലെ ഓരോ കാര്യങ്ങളും മഹർഷാൽ അൽ ഹസ്ബാസിൻ്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് വളരെ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മഹർഷാൽ അൽ ഹസ്ബാസ് എന്ന ഈ പേര് നമുക്കറിയാം ബൈബിളിൽ ഏറ്റവും നീളം കൂടിയ പേരാണ്. എന്നാൽ ഈ പേരിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വിശദാംശം കൂടി പറയുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ വേഗം ആ വിഷയത്തിലേക്കും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. മഹർഷാൽ അൽ ഹസ്ബാസ് എന്ന ഈ പേര് പല ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ ഡയറക്റ്റ് പേരല്ല ഉപയോഗിച്ചിട്ടുള്ളത്. മറിച്ച് ചില വിവർത്തനങ്ങൾ കാണുന്നത് ഹാസ്റ്റൻ ടു ടേക്ക് എവേ ദ സ്പോയിൽ മേക്ക് ഹാസ് ടു എവേ ദ സ്പ്രേ എന്നുള്ളതാണ്. ഹാസ്റ്റൻ ടു ടേക്ക് എവേ ദ സ്പോയിൽസ് മേക്ക് ഹാസ് ടു എവേ ദ പ്രേ എന്നുള്ളതാണ്. അതുപോലെ റഷ് ടു ടേക്ക് എവേ ദ സ്പോയിൽ, ഹറി ടു ബി പ്ലണ്ടർ എന്നുള്ളതാണ്. മറ്റൊരു പരിഭാഷയിൽ ക്വിക്ക് ടു ദ പ്ലണ്ടർ, സ്വിഫ്റ്റ് ടു ദ സ്പോയിൽ എന്നുള്ളതാണ്. ഇതൊക്കെ ഈ പേരിൻ്റെ വാസ്തവത്തിലുള്ള അർത്ഥമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. മഹർഷാൽ അൽ ഹസ്ബാസ്, ഈ വാക്കുകളുടെ അർത്ഥമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി അതിൻ്റെ ഒരു വിശാല അർത്ഥം എന്താണ് എന്ന് ശ്രദ്ധിച്ചാൽ അതിനെങ്ങനെ പറയാം: സെർവ് ആസ് എ reminder of God's control over the nation and his ability to use them as instruments of judgment or deliverance. Serve as a reminder of God's control over the nation and his ability to use them as instrument of judgment or deliverance. ഇങ്ങനെ അതിനെ മലയാളത്തിൽ വീക്ഷിക്കുവാൻ സാധിക്കും. വിടുവിക്കുവാനും ന്യായം വിധിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെയും തൻ്റെ ജനത്തിന്മേലുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തെയും ഓർമ്മിപ്പിക്കുന്ന ശുശ്രൂഷകൻ. ഇതാണ് മഹർഷാൽ അൽ ഹസ്ബാസ് എന്ന പേരിൻ്റെ യഥാർത്ഥ അർത്ഥം. ദൈവത്തിൻ്റെ ആ ന്യായം വിധിക്കുവാനുള്ള, ദൈവജനത്തെ വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജനത്തിന്മേലുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തെ അത് ഓർമ്മിപ്പിക്കുന്ന ശുശ്രൂഷകനാണ്. നമുക്കറിയാം, ഹോശയ്യാവിൻ്റെ മക്കൾക്ക് പേര് കൊടുക്കുമ്പോൾ ആ പേര് കൊടുത്തത് ചില അർത്ഥങ്ങൾ നൽകിക്കൊണ്ടുള്ളതാണ്. ആ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളെ, പ്രവചനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പേരുണ്ട് എന്നതുപോലെ തന്നെ. ഇനി ഇതിൻ്റെ ഒരു ലഘുവായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹർഷാൽ അൽ ഹസ്ബാസ് എന്ന പേരിൻ്റെ വിശാലമായ അർത്ഥം ഞാൻ പറഞ്ഞു.
അതിൻ്റെ ഒരു ലഘുവായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അതാണ് ഈ പേരിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും അതിൻ്റെ 10-ാം വാക്യത്തിലും ഇമ്മാനുവേൽ എന്നുള്ള ആ പേര് പരാമർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അവിടെ യെശയ്യാവ് ഒരു പ്രവാചകിയെ ഭാര്യയായി സ്വീകരിച്ചതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ മഹർഷാലാൽ ഹസ്ബാസിൻ്റെ അമ്മയായി തീർന്ന പ്രവാചകയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്ന കന്യക ഈ പ്രവാചകി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രവചന നിവൃത്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആ കാലത്ത് സംഭവിച്ച പെട്ടെന്നുള്ള താൽക്കാലികമായ പ്രവചന നിവൃത്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ കന്യക തന്നെയാണ്. അപ്പോൾ ഈ എബ്രായ ബൈബിളിൽ കന്യക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം അതുകൂടി നാം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, എബ്രായ ബൈബിളിൽ കന്യക എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഹ അൽമാഹ് എന്നുള്ള വാക്കാണ്. ഹ അൽമാഹ് എന്ന വാക്കാണ്. ഇനി ലാറ്റിൻ വാൾഗേറ്റിൽ ഉപയോഗിക്കുന്നത് വെർഗോ എന്നുള്ള വാക്കാണ്, വെർഗോ. അപ്പോൾ തന്നെ എലക്സസ്, എബ്രായ ബൈബിളിൻ്റെ ഗ്രീക്ക് പരിഭാഷയായിരിക്കുന്ന എലക്സസ്, സെപ്റ്റുജൻറ്റിൽ ഉപയോഗിക്കുന്നത് ഹേ പർത്തനോസ് എന്നുള്ള വാക്കാണ്. അപ്പോൾ ഈ വാക്കുകളെല്ലാം ഒരേ ആശയം നൽകുന്ന, അല്ലെങ്കിൽ ഒരേ അർത്ഥമാണ് ഈ വാക്കുകളെല്ലാം നൽകുന്നത്. അതിനിങ്ങനെ നമുക്ക് ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. എ യങ് വുമൻ ഹൂ ഈസ് അൺമാരീഡ് ആൻഡ് ഹൂ ഈസ് ഓഫ് മാരേജബിൾ ഏജ്. A young woman who is unmarried and who is of marriageable age. അവിവാഹിതയായ വിവാഹ പ്രായമായ പെൺകുട്ടി എന്നാണ്. അപ്പോൾ 7-14 ഉപയോഗിച്ച കന്യക വിവാഹപ്രായമായ അവിവാഹിതയായ പെൺകുട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു അടയാളമായി, സൈനായിട്ട് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കന്യക ഗർഭിണിയായിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായ പദപ്രയോഗം എടുത്ത് പറയുവാൻ ആവശ്യമായത് എന്ന് ചോദിച്ചാൽ, യെശയ്യാവിന് നിലവിലൊരു മകനുണ്ട്. അപ്പോൾ ആ മകൻ്റെ അമ്മ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തെളിവുമില്ല. എന്നാൽ അവിടെ ഒരു പ്രവചനം കൊടുക്കുമ്പോൾ, അടുത്തത് ഞാനൊരു പ്രവാചകയുടെ അടുക്കൽ ചെന്ന് 8-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുമ്പോൾ, അപ്പോൾ ഈ പ്രവാചകി കന്യകയായിരിക്കുന്ന പ്രവാചകിയാണ്, അഥവാ ഈ 7-14 പറയുന്ന കന്യക തന്നെ ആണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ മറ്റ് 2 പ്രവചനത്തിൻ്റെ ഭാഗം കൂടി വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രവചനം, ചില പ്രവചനങ്ങൾ അത് 2 ഫോൾഡാണ്, ചിലത് 3 ഫോൾഡാണ്. അപ്പോൾ ഈ പ്രവചനം 3 ഫോൾഡ് പ്രവചനമാണ്. അതിൻ്റെ 1-ാമത്തെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രവചന നിവൃത്തി. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പാർഷ്യൽ ഫുൾഫിൽമെൻ്റ് ആണ്, ഭാഗികമായ പ്രവചന നിവൃത്തി എന്നുള്ളതാണ്. അത് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തിൽ നിറവേറ്റപ്പെട്ട ഒരു പ്രവചന സൂക്തമാണ്. അപ്പം ഇതിൻ്റെ 2-ാമത്തെ ഭാഗം പാർഷ്യൽ ഫുൾഫിൽമെൻറ്റ് അതെപ്പോൾ സംഭവിച്ചു? നമ്മുടെ കർത്താവ് മനുഷ്യനായി ഈ മണ്ണിലേക്ക് അവതരിച്ച വേളയിൽ, മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി വന്ന വേളയിൽ അത് സംഭവിച്ചു, നിറവേറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു എന്ന് ഉദ്ധരിച്ചുകൊണ്ട് ആ മത്തായി സുവിശേഷത്തിൽ അത് പറയുവാൻ ഇടയായിട്ടുള്ളത്. ഇത് ഭാഗികമായ നിവൃത്തിയാണ്, വിശദീകരിക്കുവാനായിട്ട് സാഹചര്യമില്ലല്ലോ. ഇനി അതിൻ്റെ 3-ാമത്തെ വശം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഫുൾഫിൽമെൻറ്റ്, അഥവാ പൂർണ്ണമായ അല്ലെങ്കിൽ ആത്യന്തികമായ പ്രവചന നിവൃത്തി എന്നുള്ളതാണ്. അത് യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ്, നമുക്കത് വായിക്കാം. 7-ാം വാക്യം: അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ആരെ? 6-ാം വാക്യത്തിൽ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും,
അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അപ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ശിശുവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അവൻ്റെ ആധിപത്യത്തിന്, അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന്. ഇത് ആശ്ചര്യകമായി സംഭവിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് രാജാവാണ്. എന്നാൽ അവൻ വാസ്തവത്തിൽ ഇവിടെ വന്നത് നാം അറിയുന്നത് പോലെ 2000 വർഷത്തിന് മുമ്പ് അവിടുന്ന് ഇവിടെ അവതരിച്ചത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ്. എന്നാൽ അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് പരിപൂർണമായി തീർന്നില്ല. എന്നാൽ തിരുവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും എന്നുള്ളത്. ആരായി വരും? രാജാവായി അവൻ വരും. യേശുക്രിസ്തു അവൻ്റെ മഹത്വ പ്രത്യക്ഷതയെ അത് ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അവൻ രാജാവായി ഇവിടെ വന്ന് അവൻ ഇവിടെയുള്ള സകല രാജ്യങ്ങളെയും സകല അധികാരങ്ങളെയും തുടച്ചു നീക്കിയിട്ട് അവൻ 1000 ആണ്ട് ഇവിടെ രാജാവായി വാഴും എന്നുള്ളത് തിരുവചനം പഠിപ്പിക്കുന്ന അതിശക്തമായ ബൈബിളിൻ്റെ ഉപദേശമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആത്യന്തികമായി നിറവേറ്റപ്പെടുവാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൻ്റെ രാജാവായി 1000 ആണ്ട് ഈ ലോകത്തെ അവൻ നീതിയോടും നേരോടും കൂടി ന്യായം വിധിച്ചുകൊണ്ട് അവൻ വാഴുന്ന ഒരു കാലഘട്ടമുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രവചനത്തിൻ്റെ ആത്യന്തികമായ നിവൃത്തി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ 3 വശങ്ങളാണ് നാം ചിന്തിച്ചത്. അപ്പോൾ ഈ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കാണുന്ന 15 വാക്യത്തിലൊക്കെ കാണുന്ന ആ വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് ചേർത്ത് പഠിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് അത് വളരെ തെറ്റായ ഒരു വ്യാഖ്യാനത്തിലേക്ക്, ആശയത്തിലേക്ക് ആളുകളെ കൊണ്ട് ചെന്നെത്തിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അവിടെ പറയുന്ന 7-ന്റെ 14 ആ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ് അത് താൽക്കാലികമായി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രവചന നിവൃത്തിയിൽ മഹർശാലാൽ ഹസ്ബാസിനെ കുറിച്ചുള്ള യശയ്യാവിൻ്റെ മകനായ മഹർശാലാൽ ഹസ്ബാസിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തിയാണ്. 4 തെളിവുകൾ അതിനോടനുബന്ധമായി നാം ചിന്തിപ്പാനിടയായി. എന്നാൽ ഇതിൻ്റെ ആത്യന്തികമായ പ്രവചന നിവൃത്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. അതിൻ്റെ ഭാഗികമായത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ആത്യന്തികമായത്, അത് അൾട്ടിമേറ്റ് ഫുൾഫിൽമെൻറ്റ് സംഭവിക്കുവാനായിട്ട് പോകുന്നു. അധികം താമസമില്ല എന്നുള്ളതാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ഒരു ചിന്ത, ഈ വേദഭാഗത്തിൻ്റെ ഈ നിലയിലുള്ള ഒരു വിശകലനം അനേകർക്ക് പഠനത്തിനും അതുപോലെ തന്നെ അനേകർക്ക് ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുന്നതിനും സഹായകരമാകും എന്നുള്ള പ്രത്യാശയോടെ നിങ്ങളുടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടു സഹോദരൻ ജയ്മോൻ കഞ്ഞിക്കുഴി.